ശ്രീ ജയചന്ദ്രൻ, എം.വി. ഗോവിന്ദൻ്റെ പരാമർശം, അതായത് CPM വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്ന പരാമർശം, അത് സതുദ്ദേശപരമാണോ അതോ രാഷ്ട്രീയ കാപട്യത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്? CPMന് എന്ത് വിശ്വാസം? CPMന് വിശ്വാസികൾക്കെതിരാണ് എന്ന് വിശ്വാസി സമൂഹത്തിന് തോന്നുന്നില്ലല്ലോ. ഇനിയിപ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്കെല്ലാം അറിയാം, ഇരുട്ടിൻ്റെ മറവിൽ പോലീസ് സഹായത്തോടെ 2 യുവതികളെ സന്നിധാനത്ത് എത്തിച്ചു. വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രഹന, ഫാത്തിമ, ബിന്ദു, അമ്മിനി, കനകദുർഗ, അങ്ങനെ അനവധി കഥാപാത്രങ്ങളുണ്ടല്ലോ. അവർക്കൊക്കെ മല ചവിട്ടാൻ വഴിയൊരുക്കി. നിങ്ങൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് എന്നൊക്കെ പറയും. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആവശ്യപ്പെട്ട് വരുന്ന യുവതികളെയെല്ലാം പോലീസ് സംരക്ഷണയിൽ സന്നിധാനത്ത് എത്തിക്കണമെന്ന് സുപ്രീം കോടതി വിധിയിലൊന്നും പറഞ്ഞിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ച് ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞവർ അല്ലേ, അവരെ എങ്ങനെയാണ് വിശ്വാസികളായി കാണുക? നാമജപ പന്തൽ നിലക്കലിൽ തല്ലിത്തകർത്തവർ, ഭക്തർക്ക് നേരെ ലാത്തി വീശിയവർ, അവരുടെ വാഹനങ്ങൾ അടിച്ച് പൊട്ടിച്ചവർ, ഒരു ഭക്തനെ, അയ്യപ്പ ഭക്തനെ കല്ലെറിഞ്ഞ് കൊന്നവർ, അതുമാത്രമല്ല അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ തൊഴാതെ ഇങ്ങനെ നിന്ന ആളുകൾ, ഇവരെയൊക്കെ എങ്ങനെയാണ് സാർ വിശ്വാസികളുടെ ഗണത്തിൽ പെടുത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ല, ഇത് ശ്രീ അനിൽ നമ്പ്യാർ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത വിധം വ്യക്തതയുള്ളതാണ് അന്നത്തെ കാര്യങ്ങളെല്ലാം. അതിൻ്റെ ശരിതെറ്റുകളെ പറ്റി ഞാൻ തന്നെ താങ്കളുമായിട്ടുള്ള ചർച്ചയിൽ പോലും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അത് തന്നെ ആവർത്തിച്ച് പറയും. ഗവൺമെൻറ് ചെയ്തത് ശരിയായില്ല എന്നൊന്ന് ജനം ചാനലിൽ തന്നെ പറഞ്ഞ ആളാണ് ഞാൻ. താങ്കൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ അന്ന് കണ്ടതും ഇന്ന് കാണുന്നതും ഗവൺമെൻറ് ആ ഇഷ്യൂവിനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനായിട്ടാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ഞാൻ അന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. ജനം ചാനലിൽ തന്നെ താങ്കളുടെ ഡിബേറ്റിൽ തന്നെ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം തന്നെയാണ് ഇന്നും എനിക്കുള്ളത്. അത് ക്രമസമാധാന പ്രശ്നമല്ല. അത് പക്ഷേ CPM പിന്നീട്, ഞാനിത് പറയുന്നത് ഡിസംബറിൽ ജനം TV-യിൽ താങ്കളുടെ ഡിബേറ്റിലാണ് പറയുന്നത്. CPM അത് തിരുത്തുന്നത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് ആ നിലപാടിലേക്ക് വരുന്നത്. പിന്നീട് കോടിയേരിയുടെ നേതൃത്വത്തിൽ വീട് കയറുകയും പിന്നെ CPM സ്റ്റേറ്റ് കമ്മിറ്റി അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അതിനെ ഗവൺമെൻറ് അങ്ങനെ കൈകാര്യം ചെയ്ത് ശരിയായില്ല എന്നും, അതുകൊണ്ട് വീട് വീടാന്തരം കയറി അത് ആൾക്കാരോട് വിശദീകരിക്കാൻ തീരുമാനിച്ചതുമൊക്കെ താങ്കൾക്കും അറിവുള്ളതാണല്ലോ. സോറി. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ചെയ്തതിൻ്റെ അകത്ത് പാകപ്പെടലെ വീഴ്ചയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണ സംവിധാനത്തെ, രാഷ്ട്രീയ മുന്നണി സംവിധാനത്തേക്ക് അന്ന് തന്നെ കണ്ടിരുന്നു. പക്ഷേ അവരങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് വ്യക്തമായി താങ്കളുടെ ഫ്ലോറിൽ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ നിലപാട് തന്നെ എനിക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇപ്പോൾ കഥ മാറി, അവസ്ഥയും മാറി, സിറ്റുവേഷനും മാറി. ഇപ്പോൾ ശബരിമലയിലേക്ക് ആരെയെങ്കിലും പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് പമ്പയിലാണ് നടക്കുന്നത്. പമ്പയിൽ ഇത് കൂടുതൽ ഫോക്കസ്ഡ് ആവുക, ശബരിമല ലോകത്തിന് മുമ്പിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അതെങ്ങനെയാണ് പിൽഗ്രിം ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക, ഏതൊക്കെ തരത്തിലാണ്? അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അതായത് അയ്യപ്പൻ്റെ ചൈതന്യം, അതിനൊരു ആഗോള പ്രസിദ്ധി ലഭിക്കാൻ ഇങ്ങനെയൊരു സംഗമം, അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ സാർ? അയ്യപ്പനെ അറിയാത്തവർ ആരുണ്ട് ഈ ലോകത്ത്? ശബരിമലയെ പറ്റി അറിയാത്തവർ ആരുണ്ട് ഈ ലോകത്ത്? പിന്നെ എന്തിനാണ് സാർ ഈ ഒരു കാപട്യം? പമ്പയിൽ നിങ്ങളുടെ തന്നെ എന്താണ് അജണ്ട എന്ന് വ്യക്തമായല്ലോ. അതും ഞാൻ നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഡയമണ്ട് കാർഡ്, പ്ലാറ്റിനം കാർഡ്, ഗോൾഡ് കാർഡ്, സിൽവർ കാർഡ്, ബ്രോൺസ് കാർഡ്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ എന്തു ചെയ്യും? നിങ്ങളാണല്ലോ, നിങ്ങളുടെ പ്രസ്ഥാനമാണല്ലോ, താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണല്ലോ ഈ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നത് അല്ലേ? അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു വേർതിരിവ് ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ? അതിൻ്റെ ആവശ്യം എന്താണ് സർ?
അല്ല, ഇതൊന്നും അറിയാത്ത ആളല്ല ശ്രീ അനിൽ നമ്പ്യാർ എന്ന് എനിക്ക് വളരെ എനിക്കറിയില്ല, എനിക്ക് വ്യക്തതയുള്ള ഒരു എനിക്ക് എത്ര കാര്യമാണ്. പക്ഷെ ചിന്തിച്ചിട്ടും താങ്കളത് മനസ്സിലാക്കുന്നില്ല. പറയുകയാണ് ഈ ആഗോള സംഗമത്തിൽ ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ബോർഡ് അധികൃതർ തന്നെ. 250 പേർക്കാണ് താങ്കൾ ഈ പറയുന്ന കാർഡും മറ്റേർപ്പാടുകളും ഒക്കെ ഉള്ളത്. അത് ബാക്കി പങ്കെടുക്കുന്ന ഒരാൾക്ക് ഈ കാർഡ് ബാധകമേ അല്ല. ആ കാർഡ് ബാധകമായിട്ടുള്ള ആൾക്കാർക്ക് അത് ബാധകമായിക്കോട്ടെ. 250 പേർക്കല്ലേ ഉള്ളൂ, അത് വരട്ടെന്നേ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ കിടക്കുകയാണല്ലോ. രജിസ്ട്രേഷനുള്ള എടുക്കുന്ന ആർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്, ഓപ്പൺ ആണ് രജിസ്ട്രേഷൻ. ആ രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും അവിടെ അക്സെപ്റ്റൻസ് ഉണ്ടാവും, അതിൽ തർക്കവുമില്ല. അത് പിന്നെ ഈ എന്തിനാണ് അയ്യപ്പനെ ഇങ്ങനെ അല്ല, അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ടു ഓൾ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് 3 കോടിക്ക് മുകളിൽ ചെലവഴിക്കാൻ തയ്യാറായി വരുന്നവർക്ക് ഡയമണ്ട് കാർഡ്, അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ശബരിമലയിൽ ഒരു വിരിവെക്കാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കുന്നില്ല പാവപ്പെട്ടവർക്ക്. അതല്ലേ ചെയ്യേണ്ടത്? മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും കേന്ദ്ര സർക്കാർ അതിന് അനുമതി തരുന്നില്ല, അത് കാടാണ്, വനമാണ്, അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെങ്ങന്നൂര്, തിരുവല്ല, ഇവിടെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം എത്രയോ കാതങ്ങൾ താണ്ടി വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്കൊന്ന് തല ചായ്ക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അവർക്ക് അതായത് കുടുംബസമേതം വരുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം, അതല്ലേ ഒരു സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ലോകത്തെ സമ്പന്നന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ ശബരിമലയിൽ സന്നിധാനത്ത് ഞങ്ങൾ ഇതാ നക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നു, അതിനായിട്ട് നിങ്ങളിതാ 3 കോടിയിലധികം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് കാർഡ് തരും, 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റിനം കാർഡ് തരും. അങ്ങനെ പറയുന്നത് എന്തൊരു ഭോഷ്കാണ് ശ്രീ ജയേന്ദ്രൻ. താങ്കളുടെ മാധ്യമ പ്രവർത്തകനല്ലേ, താങ്കൾക്ക് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാനാവുന്നത്? എന്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണത്. അല്ല, താങ്കളും ഞാനും ഇത് എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിനെ മാത്രം ആസ്പദമാക്കിയാണ് ഈ വ്യത്യാസം വരുന്നത്. നമ്മളുടെ എന്താണ് ഇക്കാര്യത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രസക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രശ്നം, ഈ സംഗതി, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നത് പിന്നെ ശബരിമലയിലല്ല, സന്നിധാനത്തല്ല, പമ്പയിലാണ്. പമ്പയിൽ നിന്ന് പിന്നെയും കിലോമീറ്റർ ചവിട്ടി കയറിയാലേ സന്നിധാനത്ത് നമുക്കറിയാം. അവിടെ അല്ല ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ട് ശബരിമലയുമായിട്ട് ക്ലബ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ താങ്കൾ കൗശലപൂർവ്വം അതിനുവേണ്ടി ശ്രമിക്കുകയുമാണ്. പക്ഷെ വസ്തുത അതല്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ കാർഡാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വ്യക്തമായി പറഞ്ഞു. താങ്കളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാം. ഒരു പെട്ടെന്നൊരു ഇടവേള അനിവാര്യമാണ്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ശ്രീ ജയചന്ദ്രൻ, എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതെന്ന്. അഖില ലോക അയ്യപ്പ സംഗമെന്ന് കാണുന്നുണ്ട്, ആഗോള അയ്യപ്പ സംഗമം എന്ന് കാണുന്നുണ്ട്. എന്താണ് ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു സംഗമത്തിന്? അതിൽ പോലും ഒരു അവ്യക്തത ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതായത് ഈ ഇതിൻ്റെ പിന്നെ പരസ്യ മെറ്റീരിയലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു വ്യക്തത, ഒരു കൃത്യത അതിനില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്? അതുകൂടി ഒന്ന് താങ്കൾ വിശദീകരിച്ചേക്കോളാം. ഈ ആഗോള അയ്യപ്പ സംഘവും എന്തിനാണെന്നുള്ളത് ഇതിനകം വ്യക്തമാക്കിയിട്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് കൂടുതൽ എന്താ ചർച്ച ചെയ്യാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, താങ്കൾ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അതിൽ പിന്നെ ശബരിമലയെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ വേണം എന്ന് പിന്നെ ഭക്തജനങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു പിന്നെ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അടക്കം അവരുടെ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് തേടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഇതിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രങ്ങളിലെല്ലാം അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ എത്രയോ കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. ഈ ശബരിമലയിൽ തന്നെ 1972 പിന്നെ ഇത് സമർപ്പിച്ച ഒരു വിഗ്രഹമാണല്ലോ 400 കിലോ ഉള്ള തിരുവാഭരണമായിട്ട് പിന്നീട് നടക്കി വെക്കുന്നതും തിരുവാഭരണ ഘോഷയാത്രയടക്കം വരുന്നതും തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് അയ്യപ്പന്മാരുടെ പ്രവാഹം ഉണ്ടാകുന്നതും പിന്നീട് മഹാരാഷ്ട്രയിൽ നടക്കം, ഉത്തരേന്ത്യയിൽ നടക്കം വലിയ തോതിൽ ആൾക്കാർ വരാൻ തുടങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. അത് അത്തരത്തിലുള്ള പലതരത്തിലുള്ള, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ എന്താണ്
പിൽഗ്രിമേജിൻ്റെ മാർക്കറ്റിംഗ് തന്നെയാണത്. അതിനെ അങ്ങനെയല്ല എന്ന് കണ്ടിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പിൽഗ്രിമേജ് മാർക്കറ്റിംഗ് പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സാങ്ക്ടിറ്റി, പവിത്രത എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭരണപരമായ തീരുമാനമാണ്. ശബരിമലയും സ്വാമി അയ്യപ്പനെയും വിൽക്കുക അല്ലേ, അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലോ അല്ലേ? അതായത് അയ്യപ്പനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുക, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാനെന്നല്ല സാമാന്യ ബോധമുള്ളവർ, സാമാന്യ വിവരമുള്ളവർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. അയ്യപ്പനെ വിറ്റ് കാശാക്കുക, അത്ര തന്നെ, സിമ്പിൾ. അല്ല, അങ്ങനല്ലാത്ത ഏത് ക്ഷേത്രമാണുള്ളത്? മഹാക്ഷേത്രം ഏതാണ്? അല്ല, മഹാക്ഷേത്രങ്ങൾ ഏത് ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ആഗോള സംഗമം നടത്തിയിട്ടുള്ളത്? വിശ്വാസികളുടെ, ഭക്തരുടെ ആഗോള സംഗമം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ ഏത് ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആഗോള സംഗമം, ഭക്തരുടെ ആഗോള സംഗമം നടത്തിയിട്ടുള്ളത്? താങ്കൾ പറ, ഏത് ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാ പറ? അല്ല, ഞാനതല്ലേ താങ്കളോട് പറഞ്ഞു വന്നത്. സംസ്ഥാനാന്തര ഇത്തരത്തിലുള്ള പരിപാടികൾ, തിരുവാഭരണ ഘോഷയാത്ര ആന്ധ്രയിൽ വരെ നടത്തിയ ചരിത്രം താങ്കൾക്ക് അറിയാത്തതാണോ? മാധ്യമപ്രവർത്തനങ്ങളോട് താങ്കൾ ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് ഇവിടുന്ന് തുടങ്ങി ആന്ധ്രയിൽ വരെ ചെന്നേ, സംസ്ഥാനാന്തരമായിട്ട് ചെന്നു. എന്തിനാ? അയ്യപ്പനെ അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെന്നത്, അല്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വസ്തുതാ വിരുദ്ധവുമാണ്. ഇതിപ്പോ ലോകതലത്തിൽ ഘോഷയാത്ര നടത്തുന്നില്ല, തിരുവാഭരണ ഘോഷയാത്ര പോലെ അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്ര ആന്ധ്രയിലേക്ക് നടത്തിയിരുന്നു. എനിക്കത് മനസ്സിലായില്ല. താങ്കൾ ഒന്ന് വിശദീകരിച്ചു തരണം, ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അയ്യപ്പനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തിരുവാഭരണ ഘോഷയാത്ര ആന്ധ്രയിലേക്ക് പോയി എന്നാണോ? ആയിക്കോട്ടെ, അതെ. എപ്പോ, ഏത് വർഷം? അതേന്നെ, ഏത് വർഷം? കാര്യത്തിൽ ഞാൻ മാർക്കറ്റിംഗ് എന്നുള്ള വാക്കിന് പകരം, അല്ല, 72 ശേഷമാണ്. വർഷമൊക്കെ ഞാൻ വേറൊരു ചർച്ചയിൽ താങ്കൾക്ക് വിശദമായി ഡീറ്റെയിൽ ആയി ക്രോണോളജി വ്യക്തമായിട്ട് തരാം. എന്താണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഔട്ട്പുട്ട്. ആധികാരികതയോടെ പറയണം ഏത് വർഷമാണ് അങ്ങനെ തിരുവാഭരണ ഘോഷയാത്ര സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോയത്, ആന്ധ്രയിലേക്ക് പോയത് എന്നുള്ളത് ആധികാരികമായിട്ട് താങ്കൾ പറയണം. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന മറ്റു രണ്ട് പാനലിസ്റ്റുകളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു മിനിറ്റ്, ശ്രീ ജയേന്ദ്ര, ഒറ്റ മിനിറ്റ്. അഡ്വക്കേറ്റ് വസന്ത്, താങ്കൾ അത് കേട്ടിട്ടില്ല? അല്ല, ഒരു സെക്കൻഡ്. അല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഒരു ഒറ്റ കാര്യം കൂടെ അനിൽ നമ്പ്യാർ. ഈ തിരുവാഭരണ ഘോഷയാത്ര എന്നുള്ള ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ആ വാക്കിൽ പശകുണ്ടായിരിക്കാം. ആ തങ്കയങ്കി ഘോഷയാത്രയാണോ മറ്റെന്ത് ഘോഷയാത്രയാണെന്നുള്ളത് എനിക്ക് ആ വാക്കിൽ പശക് പറ്റിയിരിക്കാം. അത് ഞാൻ ഉൾക്കൊള്ളുന്നു, സമ്മതിക്കുന്നു. പക്ഷെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ വേറെ പറയാം. അത് ആ സംഭവം നടന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തല്ല, വിവിധ സംസ്ഥാനങ്ങളാണ് നടത്തിയിട്ടുമുള്ളത്. അത് നടന്നിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ പറയാം.